ഇന്ന് രാവിലെ തന്നെ ഇന്നലത്തെ ദോശമാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിക്കുട്ടിയുടെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇഡലിയോ ദോശയോ എന്തെങ്കിലും വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 11 മണിക്ക് ബാംഗ്ലൂർ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. എൻ്റെ സൗണ്ട് എന്താണാവോ ഇങ്ങനെ. ഇപ്പോൾ 2 വീക്സ് അബോ ഇതുവരെ ആ സൗണ്ട് കറക്റ്റായിട്ട് എൻ്റെ ഒറിജിനൽ സൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. മാവെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തട്ട് മാത്രമേ വയ്ക്കത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഡ്ഡലി അത്രയ്ക്ക് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അപ്പം അതേ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ മാവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ പൊട്ടിപ്പൊട്ടിയിരിക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത തട്ടും വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. എണ്ണ പുരട്ടി കൊടുക്കുക. എല്ലാം ആയിട്ടുണ്ട്. ഇതും അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ഇഡലിയും ദോശയും എല്ലാം ഇവിടെ റെഡിയായി. ഈ ദോശയുടെ ആണ് കേട്ടോ ഈ ഇഡലിയിൽ പാട് വന്നേക്കുന്നത്. ചട്നിയും റെഡിയായി. ഇനി ചോറ് റെഡിയായി. ഇന്നലത്തെ മീൻകറി കുറച്ചിരിപ്പുണ്ട്. ഇന്നത്തെ പരിപാടികൾ ഏകദേശം സെറ്റായി. ഇനി എനിക്ക് പോയി കുളിക്കണം. മണി 9:45. 10 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണമെന്നാണ് റെക്സ് മാഡം പറഞ്ഞത്. അപ്പം ഇനി എനിക്ക് പോയി കുളിക്കണം. കുഞ്ഞ് എഴുന്നേറ്റ് അവന് ഫുഡ് ഇച്ചിരി കൊടുക്കണം.